ഹായ് ഓൾ, ഐ എം കീർത്തി സഹദേവൻ. വെൽക്കം ടു മൈ ചാനൽ ടെക് നോട്ട്സ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMOS ഇൻവേർട്ടറിൻ്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ ഓൾറെഡി CMOS ഇൻവേർട്ടർ നമുക്കറിയാവുന്നതാണ്. സ്റ്റാറ്റിക് റാമിൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. CMOS ഇൻവേർട്ടർ എന്താണ്? ഇൻവേർട്ടർ എന്ന് കേൾക്കുമ്പോഴേ അറിയാം, ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇൻപുട്ട് ലോ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻവേർട്ടർ. ഈ ഇൻവേർട്ടറിൽ എന്താണ്? CMOS ഇൻവേർട്ടർ ആണ്. CMOS ഇൻവേർട്ടർ ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഒരു PMOS ഉണ്ടാവും, NMOS ഉണ്ടാവും. PMOS പുൾ അപ്പ് ഡിവൈസ് ആണ്. എന്തിലേക്ക് കണക്റ്റഡ് ആണ്? VDD കണക്റ്റഡ് ആണ്. NMOS പുൾ ഡൗൺ ഡിവൈസ് ആണ്. ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഇൻപുട്ട് ഹൈ ആവുമ്പോൾ NMOS ഓൺ ആയിരിക്കും. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇൻപുട്ട് ഹൈ ആയപ്പോൾ ഔട്ട്പുട്ട് എന്തായി? ലോ ആയി. ഇനി ഇൻപുട്ട് ലോ ആവുമ്പോൾ എന്തായിരിക്കും? NMOS ഓഫ് ആയിരിക്കും. PMOS ഓൺ ആയിരിക്കും. PMOS ഓൺ ആവുമ്പോൾ ഔട്ട്പുട്ട് എന്തിലേക്ക് കണക്റ്റഡ് ആണ്? VDDയിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. സോ അതാണ് CMOS ഇൻവെർട്ടറിന്റെ വർക്കിംഗ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ CMOS ഇൻവെർട്ടറിന്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദാറ്റ് മീൻസ് CMOS ഇൻവെർട്ടറിലേക്ക് നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട്, ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് ഇൻപുട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? അതിന്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും എന്നാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് ചേഞ്ച് ആവുക എന്നുള്ളത്. സോ ഇതൊരു ഇൻപുട്ട് കൺസിഡർ ചെയ്യുകയാണ്. CMOS ഇൻവെർട്ടറിലേക്ക് നമുക്കൊരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇത് ലോ ആണ്, പിന്നെ ഇത് ഹൈ ആണ്, പിന്നെ വീണ്ടും ലോ ആണ്. ഇങ്ങനെ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ഹൈ വോൾട്ടേജ് എന്താണ്? VDD ആയിരിക്കും. ലോ എന്താണ്? 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഇനി ഇൻപുട്ട് CMOS ഇൻവെർട്ടറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. സോ ഇവിടെ ഇൻപുട്ട് ലോ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി ഈ ഒരു ടൈം T1 ആകുമ്പോൾ, ഒരു ടൈം T1ൽ എന്തായിരിക്കും സംഭവിക്കുക? ഇൻപുട്ട് പെട്ടെന്ന് എന്തായി? സഡൻ ആയിട്ട് ചേഞ്ച് ആയി ഹൈയിലേക്ക് വന്നു. ഇപ്പൊ ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താവണം? ലോ ആവണം. ബട്ട് ഇവിടുത്തെ ഔട്ട്പുട്ട് ചേഞ്ച് ഇങ്ങനെ സഡൻ ആയിട്ടല്ല. ഇവിടെ 0 1ലേക്ക് ഷാർപ്പായിട്ടൊരു ഇൻക്രീസ് ആയിരുന്നു. സഡൻലി തന്നെ എന്തായി? ഹൈ ആയി. ബട്ട് ഔട്ട്പുട്ട് എന്താണ്? സഡൻ ആയിട്ട് ഡിക്രീസ് ആവില്ല. ഒരു ട്രാൻസിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക? 0 ആവുക. 1 to 0 ട്രാൻസിഷനെ പറയുന്നതാണ് ഫോൾട്ട് ടൈം. സോ ഇവിടെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇൻസ്റ്റന്റേനിയസ്ലി ചേഞ്ച് ആവുന്നില്ല. ബട്ട് ദർ ഇസ് എ ട്രാൻസിഷൻ. ദാറ്റ് ട്രാൻസിഷൻ ഈസ് നോൺ ആസ് ഫോൾട്ട് ടൈം. അതുപോലെ ടൈം T2 ആകുമ്പോൾ, T2 ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻപുട്ട് വീണ്ടും ലോ ആയി. ഇൻപുട്ട് ലോ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവണം. അവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ടാവും. 0 to 1 ട്രാൻസിഷൻ ഉണ്ടാവും. അതാണ് എന്ത്? റൈസ് ടൈം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫോൾട്ട് ടൈം കാൽക്കുലേഷൻ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഫോൾട്ട് ടൈം, എന്താണ് റൈസ് ടൈം മനസ്സിലായില്ലേ? സോ ഇവിടെ ഔട്ട്പുട്ട് ലോ ആവുന്നത് സഡൻ ആയിട്ടല്ല, ഒരു 1 to 0 ട്രാൻസിഷൻ ആണ്. അതാണ് ഫോൾട്ട് ടൈം. ഇനി സിമിലർലി ഔട്ട്പുട്ട് ഹൈ ആവുന്നതും ഒരു ട്രാൻസിഷൻ ആണ്. അതാണ് റൈസ് ടൈം. ഓക്കെ, സോ ഇവിടെ അസ്യൂം ഒരു വീൻ ഒരു സ്റ്റെപ്പ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അസ്യൂം ചെയ്യുക. അറ്റ് ടൈം T1 എന്താണ്? ഇൻപുട്ട് ചേഞ്ചസ് ഫ്രം 0 to 1 ആണ്. ബട്ട് ഔട്ട്പുട്ട് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ബട്ട് ദർ ഇസ് എ ട്രാൻസിഷൻ. ദാറ്റ് 1 to 0 ട്രാൻസിഷൻ ഇൻട്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ ഡിലേ. ദാറ്റ് ഡിലേ is known as fault time delay. Similarly, output 0 to 1 transition introduce another delay that is known as rise time delay. ഇനി ഈ റൈസ് ടൈം ഫോൾട്ട് ടൈം ഒക്കെ ഉണ്ടാകാനുള്ള റീസൺ അവിടുത്തെ പാരസൈറ്റിക് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ആണ്. ദാറ്റ് മീൻസ് ഇതൊരു RC മോഡലാണ്. CMOS ഇൻവെർട്ടറിന്റെ RC മോഡലാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു PMOS ആണ്, ഇത് NMOS ആണ്. നമ്മൾ അതിനെ സ്വിച്ച് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ സ്വിച്ച് ആയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുക. ഇത് സ്വിച്ച് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് PMOS, ഇത് NMOS. ഇനി ഈ RP എന്ന് വെച്ചാൽ എന്തായിരിക്കും? PMOSന്റെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ? അതാണ് RP. അതുപോലെ NMOSന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത്? RN. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പാരസൈറ്റിക് റെസിസ്റ്റൻസ്. ഇനി കപ്പാസിറ്റൻസ് എന്താണ്? ഔട്ട്പുട്ട് സൈഡിലെ കപ്പാസിറ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ PMOSന്റെ ഡ്രെയിൻ സൈഡിൽ എന്തുണ്ട്? ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. അതാണ് CDP. സിമിലർലി NMOSന്റെയും ഡ്രെയിൻ സൈഡിൽ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. അതാണ് CDN. അടുത്ത ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഉണ്ടാവില്ലേ? അപ്പൊ ഇവിടുത്തെ ഈ CDP പ്ലസ് CDN അതായിരിക്കും ഈ FETയുടെ ഔട്ട്പുട്ട് ടെർമിനലിലെ കപ്പാസിറ്റൻസ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് എന്തുണ്ടാവും? ഈ CMOS ഇൻവെർട്ടറിന് ഒരു ലോഡ് കപ്പാസിറ്റർ ഉണ്ടാവും. ഒരു എക്സ്റ്റേണലി ലോഡ് കപ്പാസിറ്റർ. ഇത് ഇന്റേണൽ കപ്പാസിറ്റൻസിന്റെയാണ് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഇതെല്ലാം എന്തുണ്ടാവും? ഒരു ലോഡ് കപ്പാസിറ്റർ ഉണ്ടാവും. അത് എന്തിനു ഡിപ്പെൻഡ് ആയിരിക്കും? അടുത്ത സ്റ്റേജ് എന്താണോ അതിന് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഈ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വേറൊരു സ്റ്റേജിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ സ്റ്റേജിന്റെ ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഈ ഇൻവെർട്ടറിന്റെ ലോഡ് കപ്പാസിറ്റർ. ഓക്കെ, ഈ ലോഡ് കപ്പാസിറ്ററും ഈ ഔട്ട്പുട്ട് സൈഡിലെ കപ്പാസിറ്റൻസ് എല്ലാം ഇതിനെല്ലാം കൂടെ സം ചെയ്യുന്നതാണ് ടോട്ടൽ CMOS ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്. മനസ്സിലായോ? അപ്പൊ CMOS ഇൻവെർട്ടറിൽ ഈ റൈസ് ടൈം ഫോൾട്ട് ഡിലേ ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് പാരസൈറ്റിക് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. റെസിസ്റ്റൻസ് എന്താണ്? ആ മോസിന്റെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എന്താണ്? അവിടുത്തെ ആ ഇന്റേണലിലുള്ള ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഓക്കെ, പ്ലസ് അവിടുത്തെ എക്സ്റ്റേണൽ ലോഡ് കപ്പാസിറ്റർ ഉണ്ടാവും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫോൾട്ട് ടൈം കാൽക്കുലേഷൻ ആണ്. എങ്ങനെയാണ് ഫോൾട്ട് ടൈം ഡിറൈവ് ചെയ്യുക? നമുക്ക് ഫോൾട്ട് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈന്ന് ലോയിലേക്കുള്ള ട്രാൻസിഷൻ ആണ് എന്ത്? ഫോൾട്ട് ടൈം. ഓക്കെ, ഔട്ട്പുട്ട് ലോയിലേക്ക് പോകണമെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം?
ഹൈ ആയിരിക്കണം. ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഏത് മോസ് ആണോ എൻ മോസ് ഓൺ ആണ്, പി മോസ് ഓഫ് ആണ്. നമ്മളുടെ ഈ പ്രീവിയസ് ഡയഗ്രത്തിൽ ഇത് ഓൺ ആണ്, ഈ സെക്ഷൻ ഓഫ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് എൻ മോസ് ഓൺ ആണ്, ദാറ്റ് ഈസ് ഈ സ്വിച്ച് എന്താണ് ക്ലോസ് സ്വിച്ച് ആണ്, ബട്ട് പി മോസ് ഓഫ് ആണ്. ഈ ഫോൾ ടൈം എന്ന് പറയുമ്പോഴേ നമ്മൾ അങ്ങനെ തന്നെ ഓർക്കണം. ഫോൾ ടൈം എന്ന് വെച്ചാൽ എന്താണ്, ഫോൾ ആവുകയാണ്. ദാറ്റ് മീൻസ് ഹൈന്ന് ലോയിലേക്ക് പോവുകയാണ്. ലോയിലേക്ക് പോകണമെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കണം, നേരെ തിരിച്ചായിരിക്കണം, ഹൈ ആയിരിക്കണം. ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഏത് മോസ് ആണോ എൻ മോസ് ആണോ പി മോസ് ഓഫ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഔട്ട്പുട്ട് കപ്പാസിറ്ററിന്റെ കാര്യം പറഞ്ഞില്ല. ഔട്ട്പുട്ട് കപ്പാസിറ്റർ എന്താണ്, ഈ എൻ മോസിന്റെയും ബി മോസിന്റെയും ഔട്ട്പുട്ട് സൈഡിലെ ഡ്രെയിൻ കപ്പാസിറ്റൻസ് പ്ലസ് ഇവിടുത്തെ ലോഡ് കപ്പാസിറ്റർ ഇതെല്ലാം കൂടെ വരുന്നതാണ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്. ഈ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ കപ്പാസിറ്റർ ആക്ച്വലി എന്താണ്, അതിന്റെ പ്രീവിയസ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. ആദ്യം ഇൻപുട്ട് ലോ ആവുന്നു, പിന്നെ ഔട്ട്പുട്ട് ഹൈ ആവുന്നു. ആദ്യം ഇൻപുട്ട് ലോ ആയപ്പോൾ പി മോസ് ആണോ, പി മോസ് ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണ്. ഔട്ട്പുട്ട് ഹൈ എന്ന് വെച്ചാൽ എന്താണ്, കപ്പാസിറ്റർ ചാർജ് ആണ്. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്തത്, ഇൻപുട്ട് ഹൈ ആയത്. ഇൻപുട്ട് ഹൈ ആവും എന്താവും, പി മോസ് ഓഫ് ആവും, എൻ മോസ് ഓൺ ആവും. എൻ മോസ് ഓൺ ആവുമ്പോൾ എന്തായിരിക്കും, ഈ കപ്പാസിറ്റർ ഫുൾ ചാർജ് ആയിരുന്നു, അതെന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ഈ ഫോൾ ടൈമിൽ എന്താണ് നടക്കുക, ഫോൾ ടൈം എന്ന് വെച്ചാൽ എന്താണ്, ഔട്ട്പുട്ട് ലോയിലേക്ക് പോവാണ്. ദാറ്റ് മീൻസ് എൻ മോസ് ഓൺ ആണ്. എൻ മോസ് ഓൺ ആവുമ്പോൾ എന്തായിരിക്കും, ഈ കപ്പാസിറ്ററിലുള്ള ചാർജ് എന്താവും, ഡിസ്ചാർജ് ആവും. അപ്പൊ ഡിസ്ചാർജിങ് പാത്ത് എന്താണ്, ഈ കപ്പാസിറ്ററിന് ത്രൂ ഈ റെസിസ്റ്ററിലൂടെ എന്താവും, ഡിസ്ചാർജ് ആവും. നമ്മുടെ ഔട്ട്പുട്ട് ആദ്യം എന്തായിരുന്നു, ഹൈ ആയിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്, ഇൻപുട്ട് ഹൈ വന്നിട്ട് എൻ മോസ് ഓൺ ആയത്. അപ്പൊ എന്തായിരിക്കും, ഔട്ട്പുട്ട് സീറോയിലേക്ക് പോകണം. സോ അതിന്റെ ഒരു ട്രാൻസിഷൻ ആണ് ഇത്. ഇനി ഇവിടെ ഈ ഫോൾ ടൈം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഔട്ട്പുട്ട് 90% നിന്നും 10% ആവുന്ന ടൈമാണ്. 90% മീൻസ് എന്താണ്, 90% ഓഫ് VDD. ഇപ്പൊ VDD ഇപ്പൊ 5 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ 90% ഓഫ് 5 വോൾട്ട്, ആ വോൾട്ടേജ് നിന്ന് 10% ഓഫ് VDD എത്തുന്ന ടൈമിനെയാണ് നമ്മൾ ഫോൾ ടൈം ആയിട്ട് പറയുക. സോ ഫോൾ ടൈമിന്റെ ഡെഫിനിഷൻ ഇതാണ്, ഒരു ഔട്ട്പുട്ട് 0.9 VDD അല്ലെങ്കിൽ 90% ഓഫ് VDD, അതിന് എന്ത് പറയാം, 0.9 VDD to 10% ഓഫ് VDD, ദാറ്റ് ഈസ് 0.1 VDD എത്തുന്ന ടൈമാണ് എന്ത്, ഫോൾ ടൈം. നമ്മൾ 0.1 എത്തുന്ന ടൈമിന് എന്താണ്, TY എന്ന് ഡിനോട്ട് ചെയ്യുന്നു. 0.9 എത്തുന്ന ടൈമിന് TX എന്ന് ഡിനോട്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ ഫോൾ ടൈം എന്തായിരിക്കും, TY മൈനസ് TX ആയിരിക്കും. സോ ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്, ഔട്ട്പുട്ട് VDD ആണ്. അപ്പോഴാണ് എന്ത് ചെയ്ത്, ഇൻപുട്ട് സ്വിച്ച് ആയത്. അപ്പൊ എൻ മോസ് ഓൺ ആയി, പി മോസ് ഓഫ് ആയി. അപ്പൊ കപ്പാസിറ്റർ എന്താവും, ഡിസ്ചാർജ് ആവും ടു 0 വോൾട്ട് ത്രൂ RNL ഡിസ്ചാർജ് ആവുക. ഇനി അടുത്ത് നമുക്ക് ഫോൾ ടൈമിന്റെ ഇക്വേഷൻ ഡെറിവേഷൻ പഠിക്കണം. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഇവിടെ എന്താണ്, ഇവിടുത്തെ സി ഔട്ടിലുള്ള കപ്പാസിറ്റർ വോൾട്ടേജ് എന്താണ്, ഡിസ്ചാർജ് ആയി പോവാണ്. അപ്പൊ കറണ്ടിന്റെ പാത്ത് എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കറണ്ടിന്റെ പാത്ത്. നമ്മൾ ഫസ്റ്റ് ആ കറണ്ടിന്റെ ഇക്വേഷൻ എഴുതണം. നമുക്ക് കപ്പാസിറ്ററിലെ കറണ്ട് ഇക്വേഷൻ അറിയില്ല, I is equal to C dV/dt അല്ലേ. ഇവിടുത്തെ കേസിൽ എന്താണ്, C എന്താണ്, C ഔട്ട് ആണ്. ഏത് വോൾട്ടേജ് ആണ് ഇപ്പൊ ഡിസ്ചാർജ് ആവുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ dV/dt. ഇനി ഇവിടെ ഡിസ്ചാർജിങ് ആണ്, സോ മൈനസ് ഉണ്ടാവും. സോ കറണ്ട് ലീവിംഗ് കപ്പാസിറ്റർ ഇക്വേഷൻ എന്താണ്, I is equal to minus C out dV/dt. ഇനി അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്, ഔട്ട്പുട്ട് VDD ആയിരുന്നു, പിന്നെ അത് ചേഞ്ച് ചെയ്ത് സീറോയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ആ ഇനീഷ്യൽ കണ്ടീഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്താ കിട്ടുക, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു VDD ഇൻറ്റു ഇനീഷ്യൽ വോൾട്ടേജ് VDD അല്ലേ, പിന്നെ എന്തായി എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്തു. സോ VDD ഇൻറ്റു എക്സ്പോണൻഷ്യൽ e⁻−t/τn. ഈ മൈനസ് വന്നത് എന്തുകൊണ്ടാണ്, ഡിസ്ചാർജിങ് ആണ്. സോ ഇനീഷ്യൽ വോൾട്ടേജ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ ആണ് ഡിക്രീസ് ചെയ്യുന്നത്. സോ e⁻−t/τn. ഇനി ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയില്ലേ, ടോ ഈസ് ഈക്വൽ ടു RC എന്നാണ്. അപ്പൊ ഇവിടെ R എന്താണ്, RN ആണ്, C എന്താണ്, C ഔട്ട് ആണ്. ഇനി ടോ N എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ NMOS ആണ് ഓൺ. ഇവിടുത്തെ വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ത്രൂ C ഔട്ട് ആൻഡ് RN ആണ്. സോ ഇവിടുത്തെ ടൈം കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്തായിരിക്കും, RN ഇൻറ്റു C ഔട്ട് ആയിരിക്കും. അതിന് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ടോ N എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ റെഡി അല്ലേ. ടോ N എന്താണ്, RN C ഔട്ട് ആണ്. ഇനി ഫോൾ ടൈം എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോൾ ടൈം എന്താണ്, ടൈം ഇന്റർവൽ ഫ്രം 0.9 VDD to 0.1 VDD ആണ്. ഇനി നമുക്ക് ഇവിടെ എന്താണ്, ഫോൾ ടൈമിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഫോൾ ടൈമിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടൈം ഇക്വേഷൻ വേണ്ടേ. ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്, ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ്. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ടൈം ഡിറൈവ് ചെയ്യാലോ. ഇവിടെ T ഉണ്ട്. ഇപ്പൊ ഇവിടെ ടൈം ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ലോഗ് എടുത്താൽ പോരെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഈ e⁻−t/τn എന്നുള്ള എക്സ്പ്രഷൻ എഴുതുക. e⁻−t/τn എന്ന് വെച്ചാൽ എന്തായിരിക്കും, V/VDD ആയിരിക്കും. റെഡി അല്ലേ. അപ്പൊ e⁻−t/τn is equal to V/VDD ആണ്. ഇതിന് T എഴുതണമെങ്കിൽ എന്തെടുക്കാം, ലോഗ് എടുത്താൽ പോരെ. രണ്ട് സൈഡിൽ ലോഗ് എടുത്താൽ Tയുടെ ഇക്വേഷൻ എന്ത് വരും, V/VDD ഇൻറ്റു τn എന്ന് വരും. അപ്പൊ ഇവിടെ എന്താണ്, ഇത് ബൈ τn ആണ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താണ്, ഇൻറ്റു τn എന്ന് വരത്തില്ലേ. ഇത് നിങ്ങളൊന്ന് ഡെറൈവ് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ഡെറിവേഷൻ. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക. ലോഗ് എടുക്കുമ്പോൾ ഇവിടുത്തെ e പവർ എന്നുള്ള ടൈം പോവും. -t/τn is equal to log V/VDD ആയിരിക്കും. ഇനി τn റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തായിരിക്കും, log V/VDD ഇൻറ്റു τn ആവും. ഇനി മൈനസ് കളയാൻ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്താൽ മതി. അപ്പൊ എന്താവും, T is equal to τn ln VDD/V out ആയിരിക്കും. ഇത് V/VDD
VDD ആണ്. ഈ മൈനസ് പോകുമ്പോൾ എന്തായിരിക്കും? റിവേഴ്സ് ആവും, VDD ബൈ വി ഔട്ട് ആവും. ഇപ്പൊ ടൈം ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഫോൾട്ട് ടൈം കാണണമെങ്കിൽ എന്താണ്? ഫോൾട്ട് ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു 0.9 VDD നിന്ന് 0.1 VDD എത്തുന്ന ടൈമാണ് ഫോൾട്ട് ടൈം. അപ്പൊ ഇവിടെ ഫോൾട്ട് ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഈ ഒരു ഡയഗ്രാം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ 0.9 VDD നിന്ന് 0.1 VDD എത്തുന്ന സമയമാണ്. ഇത് TY ആണ്, ഇത് TX ആണ്. അപ്പൊ ഫോൾട്ട് ടൈം എന്തായിരിക്കും? TY മൈനസ് TX ആയിരിക്കും. സോ TF ഇസ് ഈക്വൽ ടു എന്താണ്? TY മൈനസ് TX ആണ്. ഓക്കെ, നമ്മൾ ടൈമിന്റെ ഇക്വേഷൻ ഓൾറെഡി ഡിറൈവ് ചെയ്തു. ടോയിൻ ലോൺ VDD ബൈ വി ഔട്ട് ആണ്. ഓക്കെ, ഇവിടുത്തെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് TY എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? 0.1 VDD അല്ലേ? അപ്പോൾ ഇവിടെ 0.1 VDD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത TX എന്ന് പറയുമ്പോൾ എന്താണ്? TX എന്ന് വെച്ചാൽ 0.9 VDD ആണ്. 0.9 VDD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ TY എന്താണ്? നമ്മുടെ ഈ ഇക്വേഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0.1 VDD ആക്കിയാൽ മതി. TX എന്താണ്? നമ്മുടെ ഈ ഇക്വേഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0.9 VDD ആക്കുക. ഇനി എന്ത് ചെയ്യുക? ടോയിന് കോമൺ എടുക്കുക. അപ്പോൾ എന്ത് വരും? ലോൺ ഈ ഹോൾ ടൈം മൈനസ് ലോൺ ഈ ഹോൾ ടൈം എന്ന് വരും. ഇനി ലോൺ A മൈനസ് ലോൺ B നമുക്ക് ഇക്വേഷൻ എടുത്തില്ലേ? ലോൺ A മൈനസ് ലോൺ B എന്താണ്? ലോൺ A ബൈ B ആണ്. അപ്പോൾ ഈ ടോയിൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഹോൾ ടൈം ബൈ ഈ ഹോൾ ടൈം വരും. അപ്പൊ നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. ലോൺ A മൈനസ് ലോൺ B എന്ന് വെച്ചാൽ ലോൺ A ബൈ B ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഇപ്പോൾ VDD എല്ലാം ക്യാൻസൽ ആയി പോകും. ലാസ്റ്റ് എന്ത് കിട്ടും? നമുക്ക് ലോൺ 9 എന്നാണ് കിട്ടുക. ഈ ലോൺ 9 എന്ന് വെച്ചാൽ 2.2 ആണ്. നമുക്ക് ലാസ്റ്റ് എന്താണ്? ഫോൾട്ട് ടൈം എന്താണ് കിട്ടുക? 2.2 ടോയിൻ. അപ്പൊ അവിടുത്തെ ഫോൾട്ട് ടൈം എന്തിൽ ഡിപ്പെൻഡ് ആണ്? ഈ ടോ വാല്യൂയിൽ ഡിപ്പെൻഡ് ആണ്. ഇതെന്താണ്? നമ്മുടെ RC ആണ്. അപ്പൊ അവിടുത്തെ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് എത്രയാണോ, അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണോ, അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഫോൾട്ട് ടൈം. ഓക്കെ, അപ്പൊ ഫോൾട്ട് ടൈം മനസ്സിലായില്ലേ? ഫോൾട്ട് ടൈം എന്ന് പറയുമ്പോഴേ ഓർക്കുക, ഔട്ട്പുട്ട് എന്താണ്? ലോയിലേക്ക് പോവുകയാണ്. സോ ഇൻപുട്ട് ഹൈ ആണ്, അപ്പോൾ എൻമോസ് ഓൺ ആണ്. ബാക്കി നമുക്ക് ഗ്രാജുവലി ഓർക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഡയഗ്രാം വരയ്ക്കുക, ഔട്ട്പുട്ട് ഹൈ നിന്ന് ലോ ആയിട്ട് പോവുക. ഇപ്പോൾ ഇവിടെ ഫോൾട്ട് ടൈം എന്ന് വെച്ചാൽ 0.9 to 0.1 VDD എത്തുന്ന ടൈമാണ്. സോ ഇതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ റൈസ് ടൈം കാൽക്കുലേഷനും പ്രൊപ്പഗേഷൻ ഡിലേയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.